നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കുറച്ച് പേരെങ്കിലും എന്നെ ഓർക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്ന കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സഭയിൽ വരുവാനും ദൈവവചനം പ്രഘോഷിപ്പാനും നിങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുപ്പാനും ദൈവം സഹായിച്ചു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയായി നമ്മൾ ആയിരിക്കുമ്പോൾ പിന്നെയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിപ്പാനും ദൈവത്തിങ്കിലേക്ക് തിരിയുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ വേദവചന ചിന്തയ്ക്കായി ഞാൻ എടുത്തിരിക്കുന്ന വചനം എന്ന് പറയുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 45 അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 45 അധ്യായം അതിൻ്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. സകല ഭൂസിമവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്നോരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. യഹോവയിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും. പരിചിതമായ വേദഭാഗമാണ് യെശയ്യാവിൻ്റെ പ്രവചനം ബുക്കും. ഈ അധ്യായം നമുക്ക് പരിചിതമായൊരു വാക്യശകലങ്ങളാണ് ഞാൻ വായിച്ചത്. യെശയ്യാ പ്രവചനത്തിൻ്റെ പശ്ചാത്തലം കൂടുതലായി ഞാൻ വിവരിക്കുന്നില്ല, എങ്കിലും കമ്പി വാചകത്തിൽ ഞാനിന്ന് പറഞ്ഞു പോകാം. നമുക്കറിയാം യെശയ്യാ പ്രവാചകനാണ് ഇത് എഴുതിയത്. ഈ പ്രവചനം ഏതാണ്ട് BC 740-700 കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണ്. അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ഇത് എഴുതിയപ്പെട്ടതെന്നുള്ളത്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഒരുപാട് രാജാക്കന്മാരുടെ പേര് പറയുന്നുണ്ട്. ഉസിയാവ്, യോഥാം, ആഹാസ്, യെഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുശലേമിനെയും പറ്റി ദർശിച്ച ദർശനം. നമുക്കറിയാം ഇസ്രായേലിനെ 2 കിങ്ഡംസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, നോർത്തേൺ കിങ്ഡം ആൻഡ് സദേൺ കിങ്ഡം. അതിൽ സദേൺ കിങ്ഡം എന്ന് പറയുന്ന യഹൂദയെ പറ്റിയാണ് കൂടുതൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അതിനുള്ള പ്രവചനമാണ്, ആ ദേശത്തോടുള്ള പ്രവചനമാണ്, ആ ദേശത്തിലെ ജനങ്ങളോടുള്ള പ്രവചനമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യെശയ്യാ പ്രവചനം മൊത്തം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, യഹൂദ രാജാക്കന്മാർ ഒരുപാട് ദുഷ്ടതയും വിഗ്രഹാരാധനയും അതുപോലെ ബാഹ്യഭക്തികൾ എന്ന് വെച്ചാൽ യഥാർത്ഥ ദൈവത്തോടുള്ള ഭക്തിക്ക് പകരം മറ്റ് ദൈവങ്ങളോട്, വിഗ്രഹങ്ങളോടുള്ള ഭക്തി കൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന, അങ്ങനെ പാപത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യെശയ്യാവ് ഈ പ്രവചനം എഴുതുന്നത്. യഹോവയിൽ നിന്ന് ഈ പ്രവചനം ദർശനം കണ്ട് ഈ പ്രവചനം എഴുതുന്നത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ യെശയ്യാവിൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളൊരു മെസ്സേജാണ്, അല്ലേ? വളരെ വളരെ സിമ്പിൾ ആൻഡ് ഷോർട്ട്. റിപ്പൻറ്റൻസ് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക, നിങ്ങൾ മനം തിരിയുക. നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല, നിങ്ങൾ മനം തിരിയണം. ഇങ്ങനെ പോയാൽ നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് പറയുന്നത് അത് ദൈവത്തിങ്കിലേക്കായിരിക്കത്തില്ല നിങ്ങൾ ചെല്ലുന്നത്, മറിച്ച് നിങ്ങൾ ഇറ്റേണൽ പണിഷ്മെൻറ്റ്, നിത്യനാശത്തിലേക്കായിരിക്കും നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക എന്നുള്ള സന്ദേശമാണ് യെശയ്യാവിലുടനീളം നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധിയെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. നമുക്കറിയാം 66 അധ്യായങ്ങളുണ്ട്. ബൈബിളിൻ്റെ ഒരു ചെറിയ ബൈബിൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം യെശയ്യാ പ്രവചനത്തെ. 66 പുസ്തകമുള്ള ബൈബിളിൻ്റെ ഒരു ഷോർട്ട് വേർഷനാണ് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നത്. അതിൽ പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ 66 പുസ്തകങ്ങളിലും 66 അധ്യായങ്ങളിലും. അങ്ങനെ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്, മനം തിരിയുക, യഹൂദ ജാതിയെ അല്ലെ യഹൂദ ഗോത്രമേ അല്ലെ യഹൂദ വംശമേ, യഹൂദ ദേശമേ, നിങ്ങൾ മനം തിരിയുക. ആ ജനത്തിനോട് പ്രവചിക്കുകയാണ്, നിങ്ങൾ മനം തിരിയുക. അത് മാത്രമല്ല, ഇത് ഈ പ്രവചനത്തിനൊരു ഫുൾഫിൽമെന്റ് ഇനി ഭാവിയിൽ നടക്കാൻ പോവുകയാണ്. ഇത് പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല, മറിച്ച് ഇനിയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് യൂദായിലെ ആളുകൾ ആണ് ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ്, അല്ലെങ്കിൽ പ്രധാനമായും അവരോടാണ് പ്രവചിക്കുന്നത്. എന്നാൽ ഇത് നമ്മളോടുള്ള പ്രവചനവും കൂടാണ്, അല്ലേ? അപ്പോൾ ഇതിനൊരു ഒരു 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 ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന് ഈ പ്രവചനം നമ്മളോടും കൂടെയാണ്, യഹൂദയ്ക്ക് മാത്രമല്ല, അല്ലെ യഹൂദന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇത് നമ്മളോടും കൂടിയുള്ള പ്രവചനമാണ്. അതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ 45-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രവചനം, ഈ അധ്യായം എന്ന് പറയുന്നത് ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന
ആളുകളോട് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. അതാണ് 45-ാം അധ്യായം പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത്. കോരശിനെ എഴുന്നേൽപ്പിക്കുന്ന കാര്യമൊക്കെ, അതായത് ഒരു 150 വർഷം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. അതായത് ഇപ്പോൾ യെശയ്യാവ് എഴുതുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല, മറിച്ചൊരു 100-150 വർഷത്തിന് ശേഷം ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ മക്കളോടുള്ള പ്രവചനമാണ് യെശയ്യാ പ്രവാചകൻ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ആ സമയത്തെന്ന് പറഞ്ഞാൽ, അതായത് ഈ 150 വർഷം, ഒരു 100-150 വർഷം കഴിയുമ്പോൾ അവർ വളരെ ഡിസ്കറേജ്ഡായി, ഇനിയും ഒരു ആശയ്ക്ക് ഒരു ഹോപ്പുമില്ലാതെ ഡിസ്കറേജ്ഡ് ആയിട്ട്, ഡിഫീറ്റഡ് ആയിട്ട്, അതായത് തകർന്നു നിൽക്കുന്ന, വിഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു 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 സീനാണ്, ഒരു സിനാരിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ ഒരു സിനാരിയോയിലായിരിക്കുന്ന ആളുകളോടാണ് യെശയ്യാവ് പ്രവചിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു, അവർ യെരുശലേമിൽ നിന്ന് മാറിപ്പോയി ഓൾറെഡി. അത് നമുക്കറിയാം. ഈ പ്രവചനം എഴുതുമ്പോൾ അസീരിയയാണ് ഭരിക്കുന്നത്. എന്നാൽ 150 വർഷം കഴിയുമ്പോഴത്തേക്കും ബാബേൽ സ്ട്രോങ് ആയിട്ട് കയറി വരികയും ബാബേൽ പ്രവാസത്തിലേക്ക് ഇവർ പോവുകയും ചെയ്യുന്നു. അങ്ങനെ ബാബേൽ പ്രവാസത്തിലായിരിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷ നേടി യെരുശലേമിലേക്ക് തിരിച്ചു വരണം. അവർ യെരുശലേം ദേവാലയത്തിൽ മാറി, യെരുശലേം പട്ടണത്തിൽ നിന്ന് മാറി, അനേക മൈലുകൾ മാറി ബാബേൽ പ്രവാസത്തിലായിരിക്കും. അവിടെ അവർക്ക് യാതൊരുവിധ ആശയമില്ല, അവർക്കൊരു പ്രത്യാശയുമില്ല. അവരെങ്ങനെ രക്ഷപ്പെടുമെന്ന് അവർക്ക് ഒരു ചിന്താഗതിയും ഒരു കാഴ്ചപ്പാടുമില്ല. അവർ ആശയറ്റവരായിട്ട് അവിടെ നിൽക്കുന്ന ഒരു ജനമാണ്. ആ ജനത്തിനോടാണ് യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനം നടത്തുന്നത്. നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ അറിയാം, അതുകൊണ്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് അവിടെ അങ്ങ് നിർത്തുക. അപ്പോൾ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 45-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, സകല ഭൂസീമവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. യഥാർത്ഥമായി നാം ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥമായി നാം ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നാം ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, നാം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ടുണ്ട്, അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, നമ്മൾ വിശുദ്ധിയിൽ നടക്കുന്നു നമ്മൾ പറയുന്നു. എന്നാൽ യഥാർത്ഥമായി അനുദിനം നാം ദൈവത്തെ രുചിച്ചറിയുന്നുണ്ടോ? നാം ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ ദൈവം ഇവിടെ യെശയ്യാ പ്രവചനത്തിലൂടെ പറയുകയാണ്, സകല ഭൂസീമവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടായാലും, നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ, സീനാ പർവ്വതത്തിൽ കൊടുക്കുമ്പോൾ, കൽപ്പനകളെ കൊടുക്കുമ്പം ദൈവം പറയുന്നുണ്ട്, ഞാനല്ലാതെ അന്യ ദൈവങ്ങളെ നിങ്ങൾക്കുണ്ടാകരുത്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? മോശ ഇറങ്ങി വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, കാളക്കുട്ടിയെ വാർത്ത് അവർ ആരാധിക്കുന്നു. പിന്നീടൊക്കെ ദൈവത്തെ യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ട് പോലും, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് പോലും ഇസ്രായേൽ മക്കൾ പിന്നെയും അവർ ദൈവത്തിൽ നിന്ന് മാറി വിഗ്രഹാരാധനയിലേക്ക് തിരിയുന്നു കാണുന്നുണ്ട്. അപ്പോൾ തുറമാനം ഉൽപ്പത്തി മുതൽ നമ്മൾ മലാഖി വരെ നോക്കുകയാണെങ്കിൽ, ആ 39 പുസ്തകങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇവർ ദൈവത്തിന് അനുഗ്രഹങ്ങൾ അനുദിനം പ്രാപിക്കുന്നുണ്ട്, അല്ലേ? ദൈവത്തിൽ നിന്ന് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. അവർക്ക് ആഹാരം ലഭിക്കുന്നുണ്ട്, വസ്ത്രമുണ്ട്, അവർക്ക് അനുഗ്രഹങ്ങളുണ്ട്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സമൃദ്ധിയിൽ വരെ ആണ് ഇസ്രായേൽ മക്കളായിരിക്കുന്നത്. എന്നിട്ട് പോലും ദൈവത്തെ യഥാർത്ഥമായി അവർക്ക് മനസ്സിലാക്കുവാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ദൈവം പലപ്പോഴും ഇവർക്ക് വാർണിങ്സ് കൊടുക്കുന്നത്. നിങ്ങൾ മനം തിരിയുക, നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങൾ തിരിച്ചു വരിക. ഞാൻ ഇതിൻ്റെ എബ്രായ പദം നോക്കിയപ്പോൾ മനം തിരിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറഞ്ഞാൽ ടേൺ ബാക്ക്, അല്ലേ? ടേൺ ബാക്ക് അല്ലെങ്കിൽ ബി പ്രിപ്പേർഡ്. നിങ്ങളിപ്പോൾ പോകുന്ന വഴിയെ പോകാതെ, നമ്മൾ പുതിയ നിയമത്തിൽ റിപ്പൻറ്റൻസിന് തത്തുല്യമായിട്ടുള്ളൊരു വാക്കാണ് എബ്രായ വാക്ക് നമ്മളിവിടെ കാണുന്നത്. ടേൺ, മനം തിരിയുക, നിങ്ങൾ തിരിച്ചു വരിക, അല്ലേ? നിങ്ങൾ പോയടത്ത് നിന്ന് തിരിച്ചു വരിക. നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം തന്നെ തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവവുമായുള്ള ഫെലോഷിപ്പിന് വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചത്. എന്നാൽ വീഴ്ച സംഭവിച്ചു. 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഉൽപ്പത്തിയിൽ. പിന്നീട് പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഗ്ലോറിയിൽ നിന്ന് ഗ്ലോറിയിലേക്ക് പോകേണ്ടതിന് പകരം, മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പോകേണ്ടതിന് പകരം മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ജനത്തോടാണ് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അനേക വർഷങ്ങൾ കഴിഞ്ഞ് ബാബേൽ പ്രവാസത്തിലായിരിക്കുകയാണ്. അവർക്ക് എങ്ങനെയും അവിടുന്ന് ഒരു രക്ഷ കിട്ടിയാൽ മതി. അവർക്കപ്പോഴും ദൈവത്തെ ആരാധിക്കുക എന്നുള്ള ആഗ്രഹത്തിലൊന്നുമല്ല. എങ്ങനെയെങ്കിലും ബാബേൽ പ്രവാസത്തിൽ നിന്നൊരു മുക്തി വേണം, ബാബേൽ പ്രവാസത്തിൽ നിന്നൊരു മോചനം വേണം, ബാബേൽ പ്രവാസത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം
എന്നുള്ള ഒരു മനസ്ഥിതിയിലാണ് അവരായിരിക്കുന്നത്. അതുകൊണ്ട് അവരിപ്പം എന്ത് പറഞ്ഞാലും കേൾക്കും. ദൈവം പറഞ്ഞ് എന്ത് പറഞ്ഞാലും അവർ കേൾക്കുന്നൊരവസ്ഥയല്ല. ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കേണ്ടതുകൊണ്ടോ ദൈവത്തെ യഥാർത്ഥമായി രുചിച്ചറിയേണ്ടത് കൊണ്ടോ അല്ല, മറിച്ച് ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മോചനത്തിന് വേണ്ടി മാത്രം, താൽക്കാലികമായ ഒരു മോചനത്തിന് വേണ്ടിയാണ് അവർക്കിപ്പോൾ ദൈവത്തെ വേണം. നമ്മുടെ അവസ്ഥയും പലപ്പോഴും ഇത് തന്നെയല്ലേ അല്ലേ? പലപ്പോഴും നമുക്കും ദൈവത്തെ വേണ്ടത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലാതെ യഥാർത്ഥമായി നമ്മൾ മനം തിരിയുകയല്ല. കൽപ്പനകൾ ബൈബിളിൽ തുടർമാനം നമ്മൾ എല്ലാ പുസ്തകങ്ങളും കാണുന്നുണ്ട്. മാനസാന്തരപ്പെടുക, നമ്മൾ വചനം കേൾക്കുന്നുണ്ട്, ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, മാനസാന്തരപ്പെടുക. എന്നാലും നമ്മുടെ ഹൃദയം വളരെ കട്ടിയായിട്ട്, നമ്മുടെ മനസ്സ് ഭയങ്കര കട്ടിയായിട്ട് പലപ്പോഴും നിൽക്കുന്നില്ലേ അല്ലേ? പലപ്പോഴും നമ്മൾ രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ, നമ്മൾ പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, നമ്മൾ പ്രശ്നങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയും അതിൽ നിന്നൊരു ടെമ്പററി മോചനം, ഒരു എന്താ പറയുക, ആ സമയത്തേക്കൊരു മോചനം മതി, ആ സമയത്തേക്കൊരു വിടുതലാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ അനുദിനം അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്. വളരെ പ്രാക്ടിക്കലായിട്ട് എനിക്ക് തോന്നി അങ്കിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി. നമ്മുടെ മനം തിരിയിൽ പലപ്പോഴും നമ്മുടെ ടെമ്പററി ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ടെമ്പററി വിടുതലിന് വേണ്ടി മാത്രമാണ് അല്ലേ? പലപ്പോഴും ദൈവത്തെ യഥാർത്ഥമായി അറിയുവാനോ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുവാനോ ദൈവത്തോടുള്ള സ്നേഹം കാരണമോ ഒന്നും പലപ്പോഴും അല്ല നമ്മുടെ പലപ്പോഴും ദൈവത്തിങ്കിലേക്ക് നമ്മൾ വരുന്നത്. നമ്മൾ ദൈവത്തിങ്കിലേക്ക് വരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നാം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുള്ള ഒരു മോചനം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആയിരിക്കുന്ന പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നോ ഒരു പ്രശ്നത്തിൽ നിന്നുള്ള ഒരു മോചനം എന്ന രീതിയിലാണ് നാം ദൈവത്തെ പലപ്പോഴും സമീപിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ നാം ആരാധിക്കുന്നത്, അല്ലെങ്കിൽ നാം സഭായോഗങ്ങളിലേക്ക് കടന്നു വരുന്നത്, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയെ നാം പങ്കുകൊള്ളുന്നത്, അല്ലെങ്കിൽ നാം എന്ത് രീതിയിലാണെങ്കിലും നാം അപ്രോച്ച് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നാം പരിശോധിക്കണം. നാം എന്തിനു വേണ്ടിയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? നാം എന്തിനാണ് മനം തിരിയുന്നത്? മനം തിരിയുന്നുണ്ടെങ്കിൽ, യഥാർത്ഥമായ മനം തിരിവാണെങ്കിൽ അത് ദൈവത്തെ യഥാർത്ഥമായി അറിയുവാനും ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കുവാനും ദൈവത്തെ ദൈവമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ടുപോകാനുമാണ് നാം യഥാർത്ഥമായി മനം തിരിയേണ്ടത് അല്ലേ? എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ആ പർട്ടിക്കുലർ ടൈമിൽ, ആ പർട്ടിക്കുലർ സമയത്തേക്ക് മാത്രമുള്ള നമ്മുടെ മനം തിരിയലും, പിന്നീട് നമുക്ക് നമ്മുടെ കാര്യം സാധിച്ചു കഴിയുമ്പോൾ പിന്നെയും ലോകത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് പലപ്പോഴും റൂട്ടീനായിട്ട് ഒരു ക്രിസ്തീയ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും നാം കാണുന്നല്ലേ, പലപ്പോഴും നാം ദർശിക്കുന്നത്. എന്നാൽ അങ്ങനെ ആകരുത്. ദൈവം പറയുന്നത് സകല ഭൂസിമവാസികളുമായുള്ള, യഹൂദർക്ക് മാത്രമുള്ളതല്ല, ഇത് എല്ലാ ജാതിയർക്കും, ജെൻറ്റൈൽസിനും, ജ്യൂസിനും, യഹൂദനും ജാതിയനും വേണ്ടിയുള്ള ഒരു കൽപ്പനയാണ്. ഇതൊരു റിക്വസ്റ്റ് അല്ലേ? മനസ്സിലാക്കണം നമ്മൾ. ഇതൊരു കമാൻഡാണ്. ദൈവം കൽപ്പിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് സകല ഭൂസികവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും. അതിന് തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ദൈവം പറയുന്നത്? 21-ാം വാക്യത്തിൽ, യഹോവയായ ഞാനല്ലയോ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാനല്ലാതെ നീതിമാനൊരു ദൈവവും രക്ഷിതാവുമില്ല. അപ്പം നമുക്കറിയാം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്ലൂറാലിറ്റി ഓഫ് ഗോഡ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പല ദൈവങ്ങളെ ഇവർ ആരാധിക്കുന്നുണ്ട്. ബഹുദൈവ വിശ്വാസികളായി മാറിയിട്ടുണ്ട് ഇവർ. യഹൂദം എന്ന് പറഞ്ഞാൽ മോണോതീസ്റ്റിക് ആണ്, ഏകദൈവത്തിലാണ് ജ്യൂസ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇവിടെ വിഗ്രഹാരാധന വന്നപ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു പല രാജാക്കന്മാർ വന്നു. അതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇസ്കിയാവും ജൊസായയുമാണ്. 2 രാജാക്കന്മാരുടെ കാലത്താണ് കുറച്ചെങ്കിലും ആത്മീയമായി ഇവരൊന്ന് ദൈവത്തിങ്കിലേക്ക് വന്നത്. ഇസ്കിയാവിൻ്റെ കാലത്തും യോശിയാവിൻ്റെ കാലത്തും. ബാക്കി എല്ലാ രാജാക്കന്മാരുടെ കാലത്തും പിന്നെയും ദുഷ്ടതയിലേക്ക് മനം തിരികെയായിരുന്നു, വിഗ്രഹാരാധനയിലേക്ക് ഇവർ തിരികെയായിരുന്നു. കാരണം ആമോൻ്റെ കാലമായാലും മനശ്ശയുടെ കാലമായാലും അങ്ങനെ ഏത് രാജാവിൻ്റെ കാലഘട്ടം എടുത്തോ ഇവരെല്ലാം, ഈ രാജാക്കന്മാരെല്ലാം വിഗ്രഹാരാധനയിലേക്ക് തിരികെയായിരുന്നു. അങ്ങനെ ഇസ്രായേൽ മക്കളും യഹൂദയും നോർത്തേൺ കിങ്ഡവും എല്ലാം വിഗ്രഹാരാധനയിലേക്ക് മനം തിരിയുന്നൊരു കാഴ്ചയാണ് നമ്മൾ പഴയ നിയമത്തിലുടനീളം നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവം പറയുകയാണ് ഞാൻ അല്ലാതെ വേറൊരു ദൈവവുമില്ല അല്ലേ? കൃത്യമായിട്ട് ദൈവം 21-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. യഹോവയായ ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. അപ്പം 2 കാര്യങ്ങൾ അവിടെ കാണുന്നത്, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ രക്ഷ അല്ലേ? The righteousness and the salvation of God, a just God and a Savior. നമ്മളിപ്പം സ്ക്രീനിൽ കാണുന്ന പോലെ there is none beside me.
നാം സേവിക്കുന്ന ദൈവം നീതിമാനായ ദൈവമാണ്. നാം സേവിക്കുന്ന ദൈവം രക്ഷിതാവായ ദൈവമാണ്, അല്ലേ? നാം ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലാക്കൽ നമ്മൾ നമ്മുടെ പരിമിതമായ മനസ്സിലാക്കലാണ് പലപ്പോഴും ദൈവത്തെപ്പറ്റി. ദൈവത്തെ യഥാർത്ഥമായി നാം മനസ്സിലാക്കണം, അല്ലേ? ദൈവത്തെ പറ്റി അറിയുക മാത്രമല്ല, ദൈവത്തെ യഥാർത്ഥമായി അറിയണം. നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നാം ദൈവത്തെ മനസ്സിലാക്കണം. അത് നമുക്ക് പഠിക്കാൻ പറ്റും, വായിക്കാൻ പറ്റും, നമുക്ക് ഹെഡ് നോളജ് ഒരുപാട് കിട്ടും. എന്നാൽ കൃത്യമായി ദൈവത്തെ നാം അനുഭവിക്കുന്നുണ്ടോ? ദൈവത്തെപ്പറ്റി നാം മനസ്സിലാക്കണം. അതോടുകൂടി ദൈവത്തെപ്പറ്റി മനസ്സിലാക്കുന്നതിന് കൂടെ അതിൻ്റെ ഉള്ള പ്രതികരണമായിട്ട് നമ്മുടെ ആരാധനയും അതുപോലെ ആയിരിക്കണം, അല്ലേ? അപ്പം ഇവിടെ കൃത്യമായിട്ട് 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, എ ജസ്റ്റ് ഗോഡ് ആൻഡ് എ സേവിയർ. നീതിമാനായ ദൈവവും രക്ഷിതാവായ ദൈവവും. ഞാനല്ലാതെ ഒരു നീതിമാനില്ല, ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല. നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്നത് ഒരാൾക്ക് മാത്രം, അത് എനിക്ക് മാത്രം. ദൈവം പറയുകയാണ്, വേറൊരു വിഗ്രഹങ്ങൾക്കും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയയില്ല. ബാബിലോണ്യ ദൈവങ്ങൾക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയയില്ല. പേർഷ്യ ദൈവങ്ങൾക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ സംസാരിക്കുകയാണ്. അതായത് ബാബേൽ പ്രവാസത്തിലായിരിക്കുന്ന ഇസ്രായേൽ മക്കള് ഒരുപാട് ദൈവങ്ങളുണ്ട്. ബാബേൽ ദൈവങ്ങളുണ്ട്, ബാബിലോണ്യ ദൈവങ്ങളുണ്ട്, പേർഷ്യ ദൈവങ്ങളുണ്ട്. ഒരുപാട് വിഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ് അവർ ആ സമയത്ത്. പക്ഷെ ദൈവം പറയുകയാണ്, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, ഞാൻ നീതിമാനാണ്, ഞാൻ രക്ഷിതാവാണ്. അത് പറഞ്ഞിട്ടാണ് ദൈവം പറയുന്നത്, ഞാൻ രക്ഷിതാവും നീതിമാനും ആയതുകൊണ്ട് സകല ഭൂസിമവാസികളുമായുള്ളവരെ. അതാണ്, അങ്ങനെ ആ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കും. ദൈവം പറയുകയാണ്, എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. അതായത് രക്ഷിതാവും നീതിമാനായ ഒരു ദൈവം ഞാൻ മാത്രമേ ഉള്ളൂ, വേറൊരു ദൈവവുമില്ല. എന്നെപ്പോലെ നീതിമാനും എന്നെപ്പോലെ രക്ഷിപ്പാൻ കഴിയുന്നതുമായ വേറൊരു ദൈവവുമില്ല. അതുകൊണ്ട് നിങ്ങൾ മനം തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നു, നമ്മൾ രക്ഷിക്കപ്പെട്ടതാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളെല്ലാ ഉപദേശപരമായ എല്ലാ അനുഭവങ്ങളിലൂടെ നമ്മൾ പോയതാണ്. എന്നാൽ പോലും എല്ലാ ദിനവും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നാം ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ള ഒരു ശോധന നമ്മളോട് നടത്തണം, അല്ലേ? രക്ഷയെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ടു പിന്നെ എങ്ങനെയും നടക്കാം എന്നുള്ളതല്ല. രക്ഷയുടെ ത്രികാല അനുഭവങ്ങളൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മെ ദൈവം നീതീകരിച്ചു, അനുദിനം നമ്മെ വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആ വിശുദ്ധീകരണത്തിൽ നമ്മുടെ പങ്ക് നാം മനസ്സിലാക്കണം. അതിനോട് നാം നമ്മെ തന്നെ ഏൽപ്പിക്കണം. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി നാം സമർപ്പിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അല്ലേ? നാം ചെയ്യേണ്ട കാര്യമാണ്. ദൈവം കൃത്യമായി വിശുദ്ധ വേദവചനത്തിൽ, വിശുദ്ധ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നാം എങ്ങനെയാണ് ദൈവവുമായി പ്രവർത്തിക്കേണ്ടതെന്നും നമ്മെ തന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതെന്നും. എന്നാൽ നാം അത് പലപ്പോഴും ചെയ്യുന്നില്ല. അതിന് കാരണം പലപ്പോഴും ഈ ലോകത്തിലെ പല ടെംപ്റ്റേഷൻസ് ആയിരിക്കാം, ലോകത്തിലെ പലവിധ പാപങ്ങളായിരിക്കാം. നമ്മുടെ ശരീരത്തിന് ഇപ്പോഴും ലോകത്തോടൊരു ആകർഷണമുണ്ട്, കാരണം നമ്മുടെ ശരീരം ഇപ്പോഴും രൂപാന്തരപ്പെട്ടിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവകൃപയാൽ പിന്നെയും ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യുക തന്നെ വേണം, അല്ലേ? അല്ലാതെ നമ്മൾ കൃപയാന്ന് പറഞ്ഞ് നമ്മളതിനെ നിരസിക്കുകയോ അല്ലെ കൃപയാന്ന് പറഞ്ഞ് അതിനെ അഡ്വാൻറ്റേജ് എടുക്കുകയോ അല്ല. മറിച്ച് ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ വർഷിപ്പിച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതിനോട് പ്രതികരിക്കുവാനാണ്. അപ്പോൾ ആ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. മനം തിരിയുക എന്ന് പറയുമ്പോൾ നാം മനം തിരിയണം, അതിനെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിന് താഴ്മയുള്ളൊരു മനോഭാവം നമുക്ക് വേണം. നിഗളം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതിന് തടസ്സമാകാറുണ്ട്, അല്ലേ? നാം എന്തൊക്കെയോ ആണ് എന്നുള്ള ഒരു മനോഭാവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇല്ലെങ്കിൽ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ എന്തൊക്കെയോ ഇവിടെ നേടി, ഞാൻ എന്തൊക്കെയോ ആണ്, നമ്മുടെ സെൽഫ്, നമ്മുടെ സ്വയം പലപ്പോഴും കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ സ്വയം കയറി വരുമ്പോഴാണ് പലപ്പോഴും ദൈവത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തുവാൻ പറ്റാതെ ഉള്ള അനുഭവങ്ങൾ വരുന്നത്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്തീയ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ താഴ്മ എന്ന മനോഭാവം അധികമായ അനുദിനം നമ്മുടെ ജീവിതത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. ഞാനൊന്നുമല്ല, അല്ലേ? ഞാനൊന്നുമല്ല എന്ന് ദൈവത്തിന് മുമ്പ് നമ്മെ തന്നെ സമർപ്പിക്കണം. ഞാനൊന്നുമല്ല എന്ന് നമ്മൾ സമർപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനിങ്ങനെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ താഴ്മയോടെ ഇരിക്കുക എന്നുള്ളതല്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ലോകത്തിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളൊക്കെയും ചെയ്യണം. അതോടൊപ്പം തന്നെ പാപത്തോടുള്ള ആകർഷണം വരുമ്പോൾ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് നമുക്ക് പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽപ്പാൻ പറ്റും. നമ്മൾ പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ കാണുന്ന പോലെ അത് ക്രിസ്തുവിനെ നോക്കിയാൽ മാത്രമേ പറ്റുകയുള്ളൂ, അല്ലേ?
ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ഗോൾ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ എബ്രായ ലേഖനം 12-ാം അധ്യായം നമ്മൾ കാണുന്ന വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? അതാണ് പലപ്പോഴും നമ്മുടെ നോട്ടം തെറ്റുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ലക്ഷ്യം തെറ്റുന്നത്. നമ്മുടെ ലക്ഷ്യം നിത്യതയാണെങ്കിൽ നമ്മുടെ നോട്ടം ക്രിസ്തുവിലായിരിക്കും. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. യേശു എന്താണ് ചെയ്തത്? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ വർഷം ഒന്നൊന്ന് ഒരു ഉപവാസപ്രാർത്ഥന എബ്രായ 12 ഞാൻ പ്രസംഗിച്ചതാണ് NLAG-ൽ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ക്രൂശിനെ നോക്കുക, യേശുവിനെ നോക്കുക. നമുക്കത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സ്വയം നമുക്ക് പുകഴുവാനില്ല, പ്രശംസിപ്പാനില്ല, ഒന്നും പറവാനില്ല. നമുക്ക് താഴ്മയുള്ള മനോഭാവത്തോടെ ക്രൂശിലേക്ക് വരാനേ പറ്റുകയുള്ളൂ. ദൈവത്തെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടണമെങ്കിൽ താഴ്മയുള്ള മനോഭാവത്തോടെ നാം മനം തിരിയണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അതാണ് കൃത്യമായിട്ട് പറയുന്നത്. സകല ഭൂസിമവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. ദൈവത്തെ ദൈവമായി നാം അംഗീകരിക്കണം, ദൈവത്തെ ദൈവമായി നാം ആരാധിക്കണം, അല്ലേ? മീഖയുടെ പ്രവചനം 7:7 മീഖ പറയുന്നുണ്ട്, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. മീഖയുടെ ഒരു പ്രത്യാശയാണ്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും. അങ്ങനെ പ്രാഗൽഭ്യത്തോടെ നമുക്ക് പറയാൻ പറ്റണം. ആ പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, therefore I will look unto the Lord and I will wait for the God of my salvation, my God will hear me. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. നാം ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വേണം, അല്ലേ? എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും, ഞാൻ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, അല്ലേ? എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ ദൈവത്തിനായി കാത്തിരിക്കും. ആ ഒരു കോൺഫിഡൻസ്, ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നീതിമാനായ ദൈവം, രക്ഷിതാവായ ദൈവത്തിനായി ഞാൻ കാത്തിരിക്കും, അവങ്കിലേക്ക് മാത്രമായിരിക്കും എൻ്റെ നോട്ടം. നമ്മുടെ നോട്ടം തെറ്റിക്കുവാൻ പിശാച് പലപ്പോഴും പല അടവുകളും പരീക്ഷിക്കാറുണ്ട് ഈ ലോകത്തിൽ. എന്നാൽ ആ അടവുകളെ ജയിക്കണമെങ്കിൽ ക്രൂശിതനായ യേശുവിനെ നാം നോക്കണം, അല്ലേ? ക്രൂശിലേക്ക് നാം വരണം, ക്രൂശിലേക്ക് നാം അടുത്ത് ചെല്ലണം. അത് അടുത്ത് ചെല്ലണമെങ്കിൽ നമുക്ക് താഴ്മ കൂടിയേ തീരും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. താഴ്മയുള്ള മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ താഴ്മ പലപ്പോഴും ഇല്ലാത്തപ്പോഴാണ് നമുക്ക് കർത്താവിനെ വേണ്ട, ദൈവത്തിനെ വേണ്ട, നാം ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകുന്നത്, താൽക്കാലിക സുഖങ്ങൾക്ക് പുറകെ പോകുന്നത്. ആ താഴ്മയുള്ള മനോഭാവത്തോടെ ക്രൂശിലേക്ക് അടുത്ത് വരുവാൻ നാം തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ട് വരും. അപ്പം അങ്ങനെ നാം ദൈവത്തിങ്കിലേക്ക് മനം തിരിയണം. അതാണ് 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റിൽ, ഇമ്മീഡിയറ്റ് പശ്ചാത്തലത്തിൽ ബാബേൽ പ്രവാസത്തിലായിരിക്കും ഇസ്രായേൽ മക്കളോട് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്, നിങ്ങൾ മനം തിരിയുക. നിങ്ങൾ ഇത്രയും നാളും വിഗ്രഹാരാധനയിലായിരുന്നു, നിങ്ങൾ ഇത്രയും നാളും ഒരുപാട് വാർണിങ്സ് ഞാൻ തന്നു, നിങ്ങൾ തിരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വാ, എന്നിട്ട് നിങ്ങളത് കേട്ടില്ല. ഇവഞ്ച്വലി അവരെ ബാബേൽ രാജാവ് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. അവരിപ്പോൾ യെരൂശലേമിൽ നിന്ന് ദൂരെയാണ്. നിങ്ങൾ തിരിച്ചു വരണമെങ്കിൽ ദൈവം നിങ്ങളെ വിടുവിക്കും. പക്ഷേ ആ ഒരു ടെമ്പററി വിടുതലിനപ്പുറമായി ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ മനസ്സ് തിരിക്കണം. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ പലയിടത്തായിരിക്കാം, നിങ്ങളുടെ മനസ്സിപ്പോൾ പല വിഗ്രഹങ്ങളുടെ പുറകെ ആയിരിക്കാം. എന്നാൽ അതെല്ലാം മാറ്റിവെച്ച് ദൈവത്തിങ്കിലേക്ക് നിങ്ങളുടെ മനസ്സ് തിരിക്കുക. ടേൺ ടു മീ, അല്ലെ ലുക്ക് അൺ ടു മീ, അല്ലെ ഇംഗ്ലീഷിൽ നമുക്ക് പലവിധ വാക്കുകൾ നമുക്കതിനു വേണ്ടി ഉപയോഗിക്കാം. ടേൺ ബാക്ക്, അല്ലെ ലുക്ക് അൺ ടു മീ. മനം തിരിയുക എന്നുള്ളത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാനസാന്തരമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനസ്സിനൊരു അന്തരം സംഭവിക്കണം, ഒരു ചേഞ്ച് സംഭവിക്കണം. മനസ്സിന് അന്തരം സംഭവിച്ചാൽ പിന്നെയും പഴയ വഴികളിലേക്ക് നാം തിരിച്ചു പോകരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ മാനസാന്തരപ്പെട്ടു നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും പഴയ വഴികളിലേക്ക് നമ്മുടെ മനസ്സ് ചാഞ്ചാടുന്നുണ്ട്. അത് സംഭവിക്കാൻ പാടില്ല. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നാം അനുദിനം ദൈവവുമായി നടക്കണം. ഹനോക്ക് നടന്നതുപോലെ അനുദിനം ദൈവവുമായി നടക്കണം. അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ആണ്. അതെല്ലാ ദിവസവും സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ എന്നോട് കൂടെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരൊറ്റ ആൾ മാത്രമേ ഉള്ളൂ, കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. ആ പെർഫെക്ഷനിലേക്കാണ് നാം നോക്കുന്നത്. നാം ആ പെർഫെക്ഷൻ, പൗലോസ് പറയുന്ന പോലെ ആ ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരണം. നാം അനുദിനം ക്രിസ്തുവിനോട് അനുരൂപമാക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മെ. ആ പ്രവർത്തിയിൽ
നാമും പങ്കാളികളാകണം, നാമും കോപ്പറേറ്റ് ചെയ്യണം, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം നിറവേറ്റണം. അതിനുള്ള ഉത്തരവാദിത്തം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളെ വിജയകരമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം തൻ്റെ കൃപ നമ്മുടെ മേൽ വർഷിപ്പിച്ചിരിക്കുന്നത്, തൻ്റെ കരുണ നമ്മുടെ മേൽ ചൊരിയുന്നത് കൊണ്ടാണ്. ഓരോ ദിവസവും നാം അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെന്ന് പറയുന്നത് പുതിയതാണ്. ഇന്നലത്തെ കരുണയല്ല ഇന്ന് നമുക്ക് വേണ്ടത്. അതാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അവൻ്റെ the steadfast love of the Lord never ceases. His mercies are new every morning. ഓരോ രാവിലെയും ഓരോ പകലും അത് പുതിയതാണ് നാം അനുഭവിക്കുന്ന കരുണ എന്ന് പറയുന്നത്. ആ കരുണ പ്രാപിച്ചുകൊണ്ട് നാം ദൈവത്തോട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതികരിക്കണം. നാം നമ്മുടെ വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ ഭയത്തോടും വിറയലോടും കൂടെ, ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നു 2:12-13 നമ്മൾ കാണുന്ന പോലെ ഭയത്തോടും വിറയലോടും കൂടെ നാം നമ്മുടെ രക്ഷയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ലഭിച്ച കൃപയാൽ സൗജന്യമായി ലഭിച്ച രക്ഷയെ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്നും മനം തിരിയണം. എന്നും മനം തിരിയുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ എന്നും പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമ്മൾ ഇന്നലെ ചെയ്ത പാപമല്ല ഇന്ന് ചെയ്യുന്നത്, ആയിരിക്കത്തില്ല നാളെ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചിന്തയിലും ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, നമ്മൾ ഇതിനൊക്കെ പലപ്പോഴും ഈൽഡ് ചെയ്യാറുണ്ട്. നമ്മളിതിനൊക്കെ കീഴടങ്ങി പോകാറുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ പൂർണ്ണമായി ശുദ്ധീകരിക്കുന്നു. നാം അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് നാം അവന് നിത്യയാചന കഴിക്കണം. പാപക്ഷമ നാം ചോദിക്കണം. നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം കൃത്യമായി നിറപടിയായി നിവർത്തിക്കണം. അതോടൊപ്പം തന്നെ പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. നാം ഒരു യുദ്ധത്തിലാണ് നാം, അല്ലേ? ആ യുദ്ധം ജയിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ പാപത്തോടുള്ള അനുദിനമുള്ള യുദ്ധത്തിൽ നാം അനുദിനം ജയിക്കണമെങ്കിൽ അവൻ്റെ കൃപ കൂടിയേ തീരൂ. അങ്ങനെ കൃപ കൂടിയെങ്കിൽ കൃപ നമ്മൾ ദൈവം വർഷിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞ് അനുദിനം മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ നിന്ന് ആ വിശുദ്ധി പ്രാപിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത്, നാം ചിലപ്പം ദൈവത്തിൻ്റെ അടുക്ക് വരും, ചിലപ്പം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ദൈവത്തിൻ്റെ അടുക്ക് വരും. അന്നേരം നമ്മൾ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തും, ദൈവമേ ഇനിയൊരു അവസരം തന്നാൽ ഞാൻ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നടക്കാം, വിശുദ്ധിയിൽ നടക്കാം. കുറേ നാൾ നടക്കും, പിന്നെയും ലോകഇമ്പങ്ങളിലേക്ക് പോകും, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, പിന്നെയും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം, പിന്നെയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ. അങ്ങനെ ദൈവം ഓരോരോ കാര്യങ്ങൾ ബാലശിക്ഷയായി നമ്മുടെ ജീവിതത്തിൽ ഇട്ട് തരും. ഓരോരോ കാര്യങ്ങൾ, അത് രോഗമാകാം, ദുഃഖമാകാം, പ്രതിസന്ധിയാകാം, സാമ്പത്തിക ക്ലേശങ്ങളാകാം, എന്തും ആയിക്കൊള്ളട്ടെ, അതെല്ലാം നമ്മൾ അതിലൂടെ ഒക്കെ പോകേണ്ടതാണ്. ഈ ലോകത്തിൽ സഫറിങ് ഉണ്ട്, കഷ്ടതയുണ്ട്, കഷ്ടതയിലൂടെ നാം പോകേണ്ടതാണ്. എന്നാൽ അത് സംഭവിക്കുമ്പോൾ മാത്രമായിരിക്കരുത് നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. നാം ജോയ്ഫുൾ ആയിരിക്കുമ്പോഴും, നാം സന്തോഷ കാലഘട്ടത്തിലായിരിക്കുമ്പോഴും ദുഃഖത്തിലായിരിക്കുമ്പോഴും സന്തോഷമോ ദുഃഖമോ ആയിരിക്കരുത് നമ്മുടെ ദൈവത്തിലേക്ക് നാം തിരിയുന്നതിനെ നിർണയിക്കുന്നത്, അല്ലേ? അതൊരിക്കലും ആകരുത്. പലപ്പോഴും അതാണ് നാം നിർണയിക്കുന്നത്. കഷ്ടത വരുമ്പോൾ കഷ്ടത നിർണയിക്കും, ഓക്കെ ഇവൻ നാം ഇനി ദൈവത്തിങ്കിലേക്ക് വരണമെന്നുള്ളത്. കഷ്ടത വന്നുകൊണ്ട് ഞാൻ ദൈവത്തിങ്കിലേക്ക് വരുന്നു. ആ സമയം സന്തോഷം വരുമ്പോൾ പിന്നെയും നമ്മൾ ദൈവത്തെ മറന്ന് നമ്മുടെ ചിന്താഗതിക്ക് ഒത്തവണ്ണം നമുക്ക് ഇഷ്ടമുള്ള രീതി നമ്മൾ നടക്കും. അങ്ങനെ ആകാൻ പാടില്ല. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അവർ വിഗ്രഹാരാധനയിൽ നിന്ന് വിഗ്രഹാരാധനയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഒരുപാട് വാർണിങ്സ് കൊടുത്തു. നമുക്കറിയാം, ഇസ്രായേലിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുന്ന യാത്രയിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അവർ പ്രാപിച്ചത്, എന്നിട്ടും അവർ പഠിച്ചില്ല എന്നുള്ളതാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ അത് ദൃഷ്ടാന്തമായിട്ട് പൗലോസ് പറയുന്നുമുണ്ട്. നാം അതുപോലെ ആകരുത്, അതിൽ നമ്മൾ പഠിക്കണം. നമുക്ക് ഈ പഴയ നിയമത്തിൽ നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ കാണുന്നത് ഇതിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അതായത് ചരിത്രം എന്ന് പറഞ്ഞ് മാറ്റിക്കളയാൻ മാത്രമല്ല, ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കണം. ഇവർക്ക് പറ്റിയ വീഴ്ചകൾ നമുക്ക് വരാൻ പാടില്ല. നമുക്കിന്ന് വിഗ്രഹമെന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി നമസ്കരിക്കുന്ന അങ്ങനെ അല്ല നമ്മുടെ ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വിഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തും ഒരു വിഗ്രഹമാകാം, അല്ലേ? കുടുംബം ഒരു വിഗ്രഹമാകാം, ജോലി ഒരു വിഗ്രഹമാകാം, വിദ്യാഭ്യാസം ഒരു വിഗ്രഹമാകാം, ആത്മീയത ഇതിലും പലതും നമുക്ക് വിഗ്രഹങ്ങളാകാം, അല്ലേ? അപ്പം അതൊന്നും ദൈവത്തിന് റീപ്ലേസ് ചെയ്യാൻ പാടില്ല. ദൈവത്തെ ഒന്നും റീപ്ലേസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ ജോലിയോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ കുടുംബമോ നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ ഒന്നും ദൈവത്തെ റീപ്ലേസ് ചെയ്യാൻ പാടില്ല. പ്രയോറിറ്റി ദൈവമായിരിക്കണം. പ്രയോറിറ്റി ദൈവമായതുകൊണ്ട് ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് ദൈവത്തോട് നാം ദൈവഭക്തിയോടെ ദൈവഭയത്തോടെ അവൻ്റെ അടുക്കലേക്ക് മനം തിരിയണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ അനുദിനം സംഭവിക്കണം. അതിന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ താഴ്മയുള്ള ഒരു മനോഭാവം,
നമുക്ക് വേണം. ആ താഴ്മയോടെ നാം മനം തിരിയുവാൻ തയ്യാറാണെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരും. 23-ാം വാക്യം പറയുന്നു, എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യുമെന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. നമുക്കിത് പുതിയ നിയമത്തിൽ നമ്മൾ ഈ വാക്യം പൗലോസ് ഉദ്ധരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 2:10-11 ആണ്. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു, നമ്മൾ പാടുന്ന പാട്ടാണ്, ഹി ഈസ് ലോഡ്, ഹി ഈസ് ലോഡ്, എവറി നീ ഷാൽ ബൗ, എവറി ടങ് കൺഫെസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ പാടുന്ന പാട്ട് നമുക്കറിയാവുന്ന വാക്യമാണ്. എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയും ചെയ്യേണ്ടി വരും. അത് ഇനി സംഭവിക്കാൻ പോവുകയാണ്. ഒരു നാൾ വരും, ഇനിയും ഫ്യൂച്ചറിൽ അത് ഭാവി കാലത്തിൽ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. എല്ലാവരും പ്രത്യേകിച്ച് ഇസ്രായേൽ കുത്തിയെങ്കിലേക്ക് നോക്കും, അല്ലേ? ആ ഒരു സമയം ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ കൃപായുഗത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്, ക്രിസ്തുവിലേക്ക് അനേകരെ നടത്തുക എന്നുള്ളത്. അങ്ങനെയല്ല, ഓരോ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റുപറയണം. അത് നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആദ്യം ഞാൻ 22-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, നാം മനം തിരിയണം. മനം തിരിഞ്ഞ നമ്മൾ ഈ മനം തിരിയുന്ന സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കണം. അങ്ങനെ മറ്റുള്ളവരും പറയണം യേശു ക്രിസ്തുവാണ് കർത്താവ് എന്നുള്ളത്. അത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമാണല്ലേ. നാം മനം തിരിയണം. മനം തിരിഞ്ഞ നാം ഈ മനം തിരിഞ്ഞ സുവിശേഷം, അതായത് റിപ്പൻറ്റൻസിൻ്റെ മെസ്സേജ്, ദ മെസ്സേജ് ഓഫ് റിപ്പൻറ്റൻസ് ഷുഡ് ബി ഷെയർഡ് വിത്ത് അതേഴ്സ്. നാം ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, മറ്റുള്ളവരിലേക്ക് നാം കൊണ്ടുപോകണം. അങ്ങനെ ആ സുവിശേഷത്താൽ അവർ അന്ധകാരത്തിൽ നിന്ന് ഈ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു ക്രിസ്തു കർത്താവ് എന്നവർ മനസ്സിലാക്കുകയും അവരുടെ നാവിൽ കൂടെ അവർ പറയുകയും ചെയ്യും. അത് ഇവഞ്ച്വലി അതിൻ്റെ ഫുൾഫിൽമെൻറ്റ്, പൂർണ്ണമായ ഒരു പൂർത്തീകരണം ഇനിയും ഭാവിയിൽ നടക്കും. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിൽ കൃത്യമായിട്ട് പൗലോസ് അത് പറയുന്നുണ്ട്. അതിനി സംഭവിക്കാൻ പോവുകയാണ്. മുഴങ്കാലൊക്കെ എല്ലാവരുടെയും മുഴങ്കാൽ മടക്കും, എല്ലാവരും അംഗീകരിക്കും യേശു ക്രിസ്തു കർത്താവ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ സുവിശേഷം, ഈ റിപ്പൻറ്റൻസിൻ്റെ മെസ്സേജ്, അല്ലെങ്കിൽ ഈ മാനസാന്തരത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അങ്ങനെ എത്തിക്കുമ്പോൾ ഓരോ നാവും പറയും യേശു ക്രിസ്തു കർത്താവ് എന്നുള്ളത്. കാരണം ആ സുവിശേഷം അവർക്ക് പ്രതിനിധാനം ചെയ്യുന്ന നിത്യജീവനാണ്. ആ നിത്യജീവൻ അവർക്ക് ലഭിച്ചു കഴിയുമ്പോൾ, ആ നിത്യജീവൻ്റെ സുവിശേഷം അവർ ഏറ്റുപറയുമ്പോൾ, അവർ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർ ഓരോരുത്തരും പറയും യേശു ക്രിസ്തു കർത്താവാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. എൻ്റെ വായിൽ നിന്നും പോകുന്ന വചനം, നമ്മൾ അതിനെക്കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ തന്നെ 55-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും, അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു പൂർണ്ണമായ പൂർത്തീകരണം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ൽ നമ്മൾ കാണുന്നത്. എന്താണ് ആ വചനം എന്നുള്ളത്? യേശു ക്രിസ്തുവാകുന്ന ദൈവത്തിൻ്റെ വചനം, അല്ലേ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം വെളിപ്പെടുന്ന കാര്യം 1:14 നമ്മൾ വായിക്കുന്നുണ്ട്. അത് യേശു ക്രിസ്തു ആകുന്നു, അല്ലേ? അപ്പം വേർഡ് ബിക്കെയിം ഫ്ലഷ്, അല്ലേ? അപ്പം യേശു ക്രിസ്തുവിനെ പറ്റിയാണ് അത് പറയുന്നത്. പൂർണ്ണമായ എൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം, അതിനെ ദൈവം സൗജന്യമായി നമുക്ക് നൽകി തന്നിരിക്കുകയാണ്, അല്ലേ? ആ വചനം യേശു ക്രിസ്തുവായി വെളിപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വെളിപ്പെട്ടത് കൃപയും സത്യവും നൽകാനാണ്, അല്ലേ? നമ്മളത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അങ്ങനെ കൃപയും സത്യവും നമുക്ക് ലഭിച്ചത് യേശു ക്രിസ്തു മുഖാന്തരമാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് ആ വചനം യേശു ക്രിസ്തു ഏറ്റെടുത്ത് യേശു ക്രിസ്തു പൂർണ്ണമായി ഈ ലോകത്തിൽ വെളിപ്പെട്ട് നമുക്ക് കൃപയും സത്യവും നൽകി തന്നു. മോശയാൽ നമുക്ക് ലഭിച്ചത് ന്യായപ്രമാണമാണ്. എന്നാൽ ന്യായപ്രമാണം ഒരു ശിശുപാലകനായിരുന്നു. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല, ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയുകയില്ല. ന്യായപ്രമാണം തെളിയിച്ചത് എന്താണ്? നമ്മൾക്ക് ഒരു രക്ഷകനെ വേണമെന്നുള്ളതാണ് തെളിയിച്ചത്. കാരണം ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. ഓരോ ആണ്ടുതോറും ഇവർ കുറുപ്രാവിനെയും കാളക്കുട്ടിയൊക്കെ അർപ്പിക്കുമ്പോൾ ഇവരുടെ പാപത്തിനെ കുറിച്ച് ഇവർക്കൊരു റിമൈൻഡറാണ് വന്നുകൊണ്ടിരുന്നത്. അവരുടെ പാപത്തെ ഒരിക്കലും പൂർണ്ണമായി അത് പരിഹരിച്ചില്ല. പിന്നെയും ആണ്ടുതോറും അവർക്ക് ഈ യാഗങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നു. എബ്രായ ലേഖനത്തിൽ കൃത്യമായിട്ട് അതിനെപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ എന്നേക്കുമായി അവരുടെ പാപത്തിൻ്റെ പരിഹാരകനായി വെളിപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം
പുത്രനായ യേശു ക്രിസ്തു കൃപയും സത്യവും നമുക്ക് പ്രതിനിധാനം ചെയ്യുന്നു. അങ്ങനെ ന്യായപ്രമാണം മാറി, അല്ലേ? ന്യായപ്രമാണത്തെ പൂർണ്ണമായി കർത്താവായ യേശു ക്രിസ്തു പൂർത്തീകരിച്ച് നമുക്ക് കൃപയും സത്യവും സൗജന്യമായി നൽകി തന്നു. അങ്ങനെ ക്രിസ്തുവാകുന്ന ഏക വഴിയിലൂടെയാണ് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലേ? കൃപയാൽ വിശ്വാസം മൂലമല്ലോ, എഫേസ്യ ലേഖനം 2:8 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വാസം മൂലമല്ലോ രക്ഷിക്കപ്പെട്ടിരുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. അപ്പോൾ ആ വിശ്വാസം അനുദിനം നാം ദൈവത്തിൽ അർപ്പിക്കണം, അല്ലേ? അപ്പോൾ മാനസാന്തരത്തിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ഞാൻ പറയുകയാണ് പിന്നെയും, അനുദിന വിശ്വാസം നാം ദൈവത്തിൽ അർപ്പിക്കണം. മനം തിരിയണം. മനം തിരിഞ്ഞ് അനുദിനം നമ്മുടെ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കണം. നമ്മുടെ ആശ്രയം ദൈവത്തിലായിരിക്കണം. നമ്മുടെ ആശ്രയം നമ്മിലായിരിക്കരുത്. നമ്മുടെ ആശ്രയം നമ്മുടെ കഴിവിലായിരിക്കരുത്. ദൈവത്തെ ദൈവമായിട്ട് നാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, ദൈവഭയം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ദൈവഭക്തി നമ്മിലുണ്ടെങ്കിൽ, നമ്മുടെ ആശ്രയം ക്രിസ്തുവിലായിരിക്കണം. ദ ഒബ്ജക്റ്റ് ഓഫ് അവർ ഫെയ്ത്ത് ഇസ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു ആണ് നമ്മുടെ ആശ്രയം. ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ആശ്രയം അനുദിനം, വേറൊന്നിലും ആയിരിക്കരുത്. പലതിലും തിരിയുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വീഴ്ച സംഭവിക്കുന്നത്. അപ്പോഴാണ് പിന്നെയും ദൈവത്തിൽ നിന്ന് അകലുന്നത്. അത് കാരണമാണ് പലപ്പോഴും നമ്മുടെ ആശ്രയം പലതിൽ നാം വെക്കുമ്പോൾ നാം ദൈവത്തിൽ നിന്ന് അകലും. പിന്നെയും ദൈവം നമുക്ക് വാർണിങ്സ് തരും, ദൈവം നമുക്ക് ബാലശിക്ഷ തരും, പിന്നെയും നാം തിരിച്ചു വരും, പിന്നെയും നാം മാറിപ്പോകും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് മനം തിരിഞ്ഞാൽ പിന്നെ ദൈവത്തോടു കൂടി അനുദിനം നടക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു വിശുദ്ധിയെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരെ പറ്റിയും ദൈവം ആഗ്രഹിക്കുന്നത് മനം തിരിഞ്ഞ് ദൈവത്തോടു കൂടെ നടക്കുക. ഹനോക്ക് നടന്നതുപോലെ ദൈവത്തോടു കൂടി അനുദിനം നടക്കുക. ദൈവത്തോടു കൂടി നാം നടക്കുമ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്നുള്ളത്. നമുക്ക് പിന്നീട് ആ ഹൃദയപ്രകാരം നമുക്ക് നടക്കുവാൻ പറ്റും. അങ്ങനെ നിത്യതയോളം നമ്മളെ ദൈവം കൊണ്ടെത്തിക്കും. അപ്പം ആ ഒരു നടപ്പ്, ദൈവത്തോടു കൂടിയുള്ള നടപ്പ് നാം അനുദിനം അനുഭവിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് അനുദിനം നാം 1 യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പാപം നമ്മൾ ചെയ്യുന്നവരാണെങ്കിൽ പോലും തൻ്റെ രക്തം നമുക്ക് പൂർണ്ണ പാപമോചനം നമുക്ക് നൽകിത്തരും. നാം ദൈവത്തിങ്കിലേക്ക് ചെല്ലുമ്പോൾ അവൻ പാപമോചനം നൽകിത്തരും. മോചനം പ്രാപിച്ചു കഴിഞ്ഞ് പിന്നെയും പാപത്തിലേക്ക് മടങ്ങിപ്പോവുകയല്ല, മറിച്ച് ദൈവത്തോടു കൂടി നാം നടക്കണം. ആ ദൈവത്തോടു കൂടിയുള്ള നടപ്പാണ് എനിക്ക് എന്ന് എംഫസൈസ് ചെയ്യാനുള്ളത്. നാം ദൈവത്തോടു കൂടി നടക്കുന്നുണ്ടോ, അല്ലേ? മനം തിരിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ മനം തിരിഞ്ഞിട്ട് നാം ദൈവത്തോടു കൂടി പിന്നീട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിപരമായ ബന്ധം ദൈവവുമായി നാം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? അത് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ആവർത്തന പുസ്തകം 6:13 നമ്മൾ വായിക്കുന്നുണ്ട്. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം, അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യണം. ഈ ഇസ്രായേലിനുള്ള കൽപ്പനയാണ്. യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കുക, അല്ലേ? ആ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം ഭയങ്കര ഒരാളാണ്, ദൈവത്തെ സേവിച്ചെങ്കിൽ ദൈവം നമുക്ക് അനർത്ഥം തരും, അങ്ങനെയുള്ള ഭയമല്ല. മറിച്ച് ദൈവത്തെ ദൈവമായി കണ്ട് ദൈവത്തോടുള്ള സ്നേഹം കാരണം ആ ഉണ്ടാകുന്ന ഒരു റെവറൻസ്, ഒരു റെസ്പെക്റ്റ്, ഒരു ബഹുമാനമാണ് അവിടെ ദൈവഭയം എന്ന് പറയുന്നത്. ദൈവഭയം എന്ന് പറഞ്ഞാൽ റെവറൻസ് ആണ് ബൈബിളിലുടനീളം നമ്മൾ കാണുന്നത്. അല്ല, ദൈവഭയം എന്ന് പറഞ്ഞാൽ ഒരു പേടി എന്നുള്ള രീതിയിലല്ല, മറിച്ച് അതിൻ്റെ റൂട്ട് വേർഡ് ഉദ്ദേശിക്കുന്നത് റെവറൻസ് ആണ്, റെസ്പെക്റ്റ് ആണ്, ബഹുമാനം. ദൈവത്തെ ദൈവമായി നാം ബഹുമാനിക്കണം. ദൈവം സർവാധിപതിയാണ്, ദൈവം പരമാധികാരിയാണ്, ദൈവം സകലത്തെയും അറിയുന്ന ദൈവമാണ്. ഇപ്പം യെശയ്യാ പ്രവചനത്തിലുടനീളം ദൈവത്തിൻ്റെ സോവർണിറ്റിയെ പറ്റി നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ പരമാധികാരത്തെപ്പറ്റി കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ സർവാധിപത്യത്തെപ്പറ്റി കാണുന്നുണ്ട്, ദൈവം സർവ്വവ്യാപിയാണ് നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ ഒമ്നിപൊട്ടൻസിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്, ദൈവം പവർഫുൾ ആണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ പലവിധ ആട്രിബ്യൂട്ട്സ് യെശയ്യാ പ്രവചനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 45-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. 7-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു, അന്ധകാരത്തെയും സൃഷ്ടിക്കുന്നു, ഞാൻ നന്മയുണ്ടാക്കുന്നു, തിന്മയെ സൃഷ്ടിക്കുന്നു, യഹോവയെ ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു. അതായത് ദൈവം ആരാണെന്നുള്ള വെളിപ്പെടുത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പം ഇസ്രായേൽ മക്കൾ എത്തിയിരിക്കുകയാണ്, അല്ലേ? അതായത് ദൈവത്തിന് പറയേണ്ടി വരുന്നു ഞാൻ ആരാണെന്നുള്ളത്. അവർ ദൈവത്തെ ദൈവമാണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എപ്പോഴും. അതുകൊണ്ടാണ് ദൈവത്തിന് പറയേണ്ടി വരുന്നത് ഞാനാണ് സൃഷ്ടിതാവ്, ഞാൻ മാത്രമേ ഉള്ളൂ ദൈവം, ഞാൻ മാത്രമേ ഉള്ളൂ നീതിമാൻ, ഞാൻ മാത്രമേ ഉള്ളൂ, എന്നിലൂടെ മാത്രമേ ഉള്ളൂ രക്ഷ. നിങ്ങൾക്ക് വേറൊരു ദൈവത്തിനും നിങ്ങൾക്ക് രക്ഷ നൽകുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ദൈവമായി അംഗീകരിക്കണം, എന്നെ ആരാധിക്കണം, എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് ദൈവം പറയുകയാണ്. ഇസ്രായേലിൻ്റെ അവസ്ഥ അത്രത്തോളം പരിതാപകരമാണ്, അത്രത്തോളം അധപ്പതിച്ച ഒരു അവസ്ഥയിലേക്കാണ് ഇസ്രായേൽ ആയിരിക്കുന്നത്.
അതുപോലെ നാം ഒരിക്കലും ആകരുത്, അല്ലേ? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. നമ്മൾ ഇതിൽ നിന്ന് പഠിക്കണം, ഇവരുടെ വീഴ്ചയിൽ നിന്ന് നാം പഠിക്കണം. നാം ഇതുപോലെ ആയി തീരരുത്. നമുക്ക് ദൈവം ഈ കൃപായുഗത്തിൽ ദൈവം നമുക്ക് ഒരുപാട് അവസരങ്ങൾ നൽകി തരുന്നുണ്ട്. നമ്മൾ വീണ് പോയാലും പിന്നെയും തിരിച്ച് കരയേറി വരാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകി തരുന്നുണ്ട്. ആ അവസരങ്ങളെ നാം മുതലാക്കണം. ആ അവസരങ്ങളെ മുതലാക്കി ദൈവത്തോടു കൂടെ നാം നടക്കണം, അല്ലേ? നാം ഓട്ടക്കളത്തിൽ, നമ്മളൊരു ക്രിസ്തീയ ഓട്ടക്കളത്തിലാണ്. പൗലോസ് ഓട്ടക്കളത്തെ പറ്റി പറയുന്നുണ്ട്. ഈ ഓട്ടക്കളത്തിൽ പറ്റുന്നത്, നമ്മൾ പലപ്പോഴും തുടങ്ങുന്നത് നല്ലപോലെ ആയിരിക്കും, പക്ഷെ പലപ്പോഴും അവസാനിക്കാറില്ല, ബിരുദ പ്രാപിക്കാറില്ല. പലരുടെയും ഉദാഹരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലേ? ഒരുപാട് ഭക്തന്മാർ പട്ടുപോയ ഒരു പോർക്കളത്തിലാണ് നാം ഇരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഓട്ടം ആ ബിരുദ പ്രാപിക്കാൻ വേണ്ടി ആയിരിക്കണം. ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ നോട്ടം. നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. നമ്മുടെ ലക്ഷ്യം നിത്യതയാണെങ്കിൽ, നമ്മുടെ നോട്ടം ക്രിസ്തുവിലാണെങ്കിൽ നമുക്ക് ബിരുദ പ്രാപിക്കാൻ കഴിയും. നമുക്ക് ഈ ഓട്ടം തികയ്ക്കാൻ പറ്റും. അങ്ങനെ വിശുദ്ധിയോടെ ഈ ഓട്ടം തികയ്ക്കുവാനാണ് ദൈവം നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം ഈ കൽപ്പനകളൊക്കെ തരുന്നത്. അല്ലാതെ ഇതൊരു ലീഗലിസ്റ്റിക്കായിട്ട് നമ്മൾ ഇതിനെ കാണാൻ പാടില്ല. പലപ്പോഴും പലരും പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറയാം. അങ്ങനെ അല്ല ഇതിനെ കാണേണ്ടത്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള നമ്മുടെ നന്ദി, ദൈവത്തോടുള്ള നമ്മുടെ ബഹുമാനം, ഇതൊക്കെ നാം ദൈവത്തോട് പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നാം ദൈവത്തോട് മനം തിരിയുന്നതും ഈ കൽപ്പനകളെ അനുസരിക്കുന്നതും നാം ദൈവത്തെ ആരാധിക്കുന്നതും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നതും വിശുദ്ധിയോടെ ജീവിക്കുന്നതുമല്ല. അല്ല, ഇതൊക്കെ പ്രമാണിച്ചാലേ സ്വർഗത്തിൽ എത്തൂ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. ദൈവത്തോട് നമ്മുടെ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിലൂടെയല്ല, അല്ലേ? ദൈവത്തോടുള്ള നമ്മുടെ ബഹുമാനം, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, ദൈവത്തോടുള്ള നമ്മുടെ നന്ദി, ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ, അല്ലേ? തൻ്റെ സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ സൗജന്യമായി നമുക്ക് നമുക്ക് രക്ഷയെ നൽകി തന്നു. നാശകരമായ കുഴിയിൽ നിന്ന് കൊഴിഞ്ഞുചേരി നമ്മളെ കയറ്റി ഒരു പാറമിൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി. അതൊക്കെ ഓർക്കുമ്പോൾ എത്രത്തോളം നാം ദൈവത്തെ നമ്മൾ സ്തുതിക്കണം, അല്ലേ? എത്രത്തോളം നാം ദൈവത്തെ ആരാധിക്കണം, എത്രത്തോളം നമുക്ക് ദൈവത്തോട് നന്ദി കരയറ്റണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് എന്തെങ്കിലും തെളിയിക്കാനല്ല, മറിച്ച് ദൈവത്തോട് നമ്മുടെ നന്ദി പ്രകടനമാണ്. ദൈവത്തോട് നമ്മുടെ സ്നേഹത്തെ വെളിവാക്കുന്നതാണ് നമ്മുടെ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നാം വിശുദ്ധിയിൽ ജീവിക്കണം എന്ന് തുടർമാനം നമ്മൾ ബൈബിളിൽ എല്ലാ പുസ്തകങ്ങളും നമ്മൾ കാണുന്നതിൻ്റെ കാര്യം. അത് ദൈവത്തോട് നമ്മുടെ സ്നേഹം വെളിവാക്കുന്ന, ദൈവത്തോട് നമ്മുടെ നന്ദി വെളിവാക്കുന്ന, ദൈവത്തോട് നമ്മുടെ ആരാധനയെ വെളിവാക്കുന്നതാണ് ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നാം വിശുദ്ധിയിൽ അതിൻ്റെ കൂടെ നമ്മൾ പൗലോസ് ലേഖനങ്ങളിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് നമ്മെ പരിശുദ്ധാത്മ അനുരൂപപ്പെടുത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗവുമായാണ് ഈ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്, ഈ വിശുദ്ധിയിൽ നടക്കുക എന്ന് പറയുന്നത്. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ പോലെ നാം ഓരോരുത്തരും ആകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ദൈവവും കൃത്യമായിട്ട് വിശുദ്ധ തിരുവചനത്തിൽ പറയുന്നത്. നിങ്ങൾ വിശുദ്ധിയിൽ നടക്കുക, നിങ്ങൾ മനം തിരിയുക, നിങ്ങളുടെ ആശ്രയം എന്നിൽ വെക്കുക, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, നിങ്ങൾ തിരിയുക, നിങ്ങൾ ദുഷ്ടതയിൽ പോകാതെ, പാപത്തിലേക്ക് പോകാതെ എന്നിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നത്. എന്നിട്ട് 24-ാം വാക്യം പറയുന്നത്, യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും, അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. അപ്പം ഇവിടെ ദൈവം ഒരു കണ്ടീഷൻ പറയുകയാണ്. ദൈവത്തോട് കോപിച്ചാൽ നിങ്ങൾ ലജ്ജിച്ചു പോകും. യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും. ഇതിനെയും സംഭവിക്കാൻ പൂർണ്ണമായ തോതിൽ അതിൻ്റെ പെർഫെക്ഷൻ സംഭവിക്കാൻ പോകുന്നത് ഇനിയും ഫ്യൂച്ചറിലാണ്. ഇസ്രായേൽ കുത്തിയവെങ്കിലേക്ക് ഇപ്പോഴും നോക്കിയിട്ടില്ല, കർത്താവിനെ മശിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതിനൊരു ഫ്യൂച്ചർ ഫുൾഫിൽമെൻ്റ് ഉണ്ട്. എന്നാൽ പ്രവചനാത്മകമായി യെശയ്യാവ് പറയുകയാണ്, യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ടെന്ന് ഓരോരുത്തൻ പറയും. ഇത് യഹൂദനെ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജാതീയനോടുള്ള പ്രവചനമാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കും യഹോവയിൽ മാത്രമാണ് നീതിയും ബലവും ഉണ്ട് എന്നുള്ളത്. അതായത് നീതിമാനായ ദൈവത്തെയും സർവശക്തനായ ദൈവത്തെയാണ് ഇവിടെ വെളിവാക്കുന്നത്, അല്ലേ? യഹോവയിൽ മാത്രം നീതിയും ബലവുമുണ്ട്. നീതിമാനായ വേറൊരാൾ പോലുമില്ല, സർവശക്തനായ വേറൊരു ദൈവവുമില്ല. അപ്പം നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സിലാക്കൽ കുറച്ചുകൂടെ ഒന്ന് വൈഡൻ ചെയ്യണം. നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ദൈവം നീതിമാനാണ്, അല്ലേ? ദൈവം നമുക്ക് നീതി പ്രതിനിധാനം ചെയ്യുന്നു, അല്ലെ? ദൈവം നമുക്ക് നീതി പ്രതിനിധാനം ചെയ്തു, നമ്മെ നീതി ധരിപ്പിച്ചു. ലേഖനങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, വി ആർ ഡ്രസ്ഡ്, അല്ലെ? വി ആർ ക്ലോത്ത് ഇൻ റൈച്ചസ്നെസ്. ക്രിസ്തുവിൻ്റെ നീതിയാണ് നമുക്ക് നൽകി തന്നെ. നമ്മുടെ 2 കൊരിന്ത്യർ 5:21, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. തൻ്റെ നീതി നമുക്ക് നൽകി, നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു, അവൻ്റെ നീതി നമുക്ക് നൽകി തന്നു, നമ്മളെ നീതിമാന്മാരാക്കി. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൽ നീതിയുള്ളവരാണ്. ക്രിസ്തുവിൽ മാത്രമാണ് നാം നീതിമാന്മാർ. അപ്പാർട്ട് ഫ്രം ക്രൈസ്റ്റ്
നമ്മുടെ നീതി പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് ഫിൽത്തി റാഗ്സ് ആണ് അല്ലേ, കറയുള്ള വസ്ത്രം പോലെയാണ്. ക്രിസ്തുവിൽ മാത്രമാണ് നമ്മുടെ നീതി, അല്ലെ ക്രിസ്തുവിൽ നിലനിന്നാൽ മാത്രമാണ് നാം നീതിമാന്മാരെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ യഹോവയിൽ മാത്രമാണ് ഈ നീതി, യഹോവയിൽ മാത്രമാണ് ഈ ബലം നാം മനസ്സിലാക്കുന്നത്. അത് നാം അനുദിനം മനസ്സിലാക്കണം അല്ലേ. അത് നാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ദൈവം യഥാർത്ഥമായി ആരാണെന്ന് അനുദിനം മനസ്സിലാക്കുവാനും അനുദിനം രുചിച്ചറിയുവാൻ പറ്റുകയുള്ളൂ. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. അപ്പോൾ ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തോട് കോപിച്ചാൽ ലജ്ജിച്ചു പോകും. ദർ ഇസ് എ ഡെസ്റ്റിനി, അവർക്ക് നിത്യനാശമാണ്, അവർക്ക് പിന്നീട് ഒരു മടങ്ങി വരവില്ല. അപ്പോൾ ദൈവത്തോട് കോപിച്ചാൽ ലജ്ജിച്ചു പോകും. എന്നാൽ ദൈവത്തെ നീതിമാനായും ബലവാനുമായും കണ്ടാൽ അവർക്ക് രക്ഷയുണ്ട് താനും അല്ലേ. അപ്പോൾ ദൈവം കൃത്യമായിട്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മനം തിരിയുക, ഞാൻ മാത്രമാണ് രക്ഷിതാവ്, ഞാൻ മാത്രമാണ് നീതിമാൻ, എന്നിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്, എന്നിൽ നിന്ന് മാറിപ്പോയാൽ നിങ്ങൾക്ക് നിത്യനാശമാണ്, നിങ്ങൾക്ക് നിത്യലജ്ജയാണ്. ഫിലിപ്പിയ ലേഖനം 4:13 നമ്മൾ കാണുന്നത്, എന്നെ ശക്തനാകുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുന്നു. അതായത് ക്രിസ്തുവിൻ്റെ ശക്തി നാം മനസ്സിലാക്കുമ്പോൾ, ക്രിസ്തു എല്ലാത്തിനും മതിയായവനാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ, പിന്നെ ഈ ലോകത്തിലെ യാതൊരുവിധ പ്രയാസങ്ങളും നമ്മളെ അലട്ടത്തില്ല അല്ലേ. പൗലോസ് പറയുന്ന പോലെ നാം ഏത് സാഹചര്യത്തിനും ജീവിക്കാൻ പഠിക്കും. അത് സമ്പത്തിലായാലും സമൃദ്ധിയിലായാലും ദുഃഖത്തിലാണെങ്കിലും ഒന്നുമില്ലെങ്കിലും അതിലൊക്കെയും ദൈവം ശക്തനാണ്, ദൈവം തെളിയിക്കും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നാം യഥാർത്ഥമായി ക്രിസ്തു സർവശക്തനാണ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ക്രിസ്തുവിൻ്റെ സർവശക്തി നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്നത്, നമുക്ക് ഏത് സിറ്റുവേഷനിലും നമുക്ക് ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ നാം പഠിക്കും. നമ്മളെ ഒന്നും അലട്ടത്തില്ല, നമ്മളെ ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കത്തില്ല. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നത്, ലോകത്തിൽ നഗ്നതയോ ആപത്തോ പട്ടിണിയോ വാളോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിപ്പിക്കാൻ ഒന്നിനും കഴിയുകയില്ല. കാരണം നാം ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സ്നേഹം നമ്മെ നിർബന്ധിക്കും. എന്തിനാ? ക്രിസ്തുവിനോട് അനുദിനം അനുരൂപമായി ജീവിക്കുവാൻ അല്ലേ, ദൈവത്തോട് കൂടെ നടപ്പാൻ. ആ സ്നേഹം യഥാർത്ഥമായി മനസ്സിലാക്കി കഴിയുമ്പോഴാണ്, ആ സ്നേഹത്തിൻ്റെ വീതിയും ഉയരവും ആഴവും ഒക്കെ നാം മനസ്സിലാക്കി കഴിയുമ്പോഴാണ് യഥാർത്ഥമായി ദൈവം ആരാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ലോകത്തിലെ യാതൊരുവിധ സാഹചര്യങ്ങൾക്കും നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ കഴിയുകയില്ല. അപ്പോൾ അത് നാം അനുദിനം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും ഉയരവും വീതിയും ഒക്കെ നാം മനസ്സിലാക്കണം അനുദിനം. അതിനായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരണം. അതിനായി ദൈവത്തിങ്കിലേക്ക് എപ്പോഴും നാം മടങ്ങി വരണം. നാം പാപം ചെയ്യുമ്പോൾ പാപക്ഷമ പ്രാപിക്കണം. നാം തിരിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി, കർത്താവെ ഞാൻ പാപം ചെയ്തു, ഇനിയും പാപത്തോട് യുദ്ധം ചെയ്ത് പാപത്തെ ജയിക്കാനുള്ള കൃപ എൻ്റെ മേൽ നൽകി തരണമേ കർത്താവെ, എനിക്ക് തന്നെ ഇതിന് കഴിവില്ല. ആ താഴ്മയുള്ള മനോഭാവം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതുപോലെ എഫെസ്യ ലേഖനം 6:10 പൗലോസ് പറയുന്നു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് സർവായുധം കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. സ്പിരിച്വൽ വാർഫെയർ എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് പൗലോസ് അത് പറയുന്നത്. കർത്താവിൻ്റെ അമിത ബലത്തിൽ നാം ശക്തിപ്പെടണം അല്ലേ. നമ്മുടെ ബലമെന്ന് പറയുന്നത് കർത്താവാണ്. കർത്താവിലാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത്. ജോയ് ഓഫ് ദ ലോർഡ് ഇസ് അവർ സ്ട്രെങ്ത്. കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം എന്ന് പറയുന്നത്. ആ കർത്താവിൽ നാം അനുദിനം ബലപ്പെടണം. അങ്ങനെ ബലപ്പെട്ടാൽ പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ നമുക്ക് പറ്റും. അങ്ങനെ ദൈവത്തിൻ്റെ സർവായുധ വർഗം നാം ധരിക്കണം. പിന്നെയുള്ള വാക്യങ്ങൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് പറയുന്നുണ്ടാവും, സർവായുധ ആയുധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതിലേക്ക് നാം പോകുന്നില്ല, അതല്ല നമ്മുടെ പ്രസംഗ വിഷയം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ക്രിസ്തുവിൻ്റെ അമിത ബലത്തിൽ നാം ശക്തിപ്പെടണം. പലപ്പോഴും നാം ശക്തിപ്പെടാറില്ല. നമ്മുടെ സ്വയത്തിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ആശ്രയിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ദൈവം വേണ്ട എന്ന് നാം തീരുമാനിക്കുന്നു. അങ്ങനെയാണ് നാം പാപത്തിലായി പോകുന്നത്. എന്നാൽ നമുക്ക് തുണ നിൽക്കുന്നവൻ ക്രിസ്തു മാത്രമാണ്. 2 തിമോത്തി 4:17-18 പറയുന്നുണ്ട്, കർത്താവ് എനിക്ക് തുണ നിന്ന് പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പൗലോസ് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതായത് കർത്താവ് എനിക്ക് തുണ നിന്ന് എന്നെ ശക്തീകരിക്കുന്നു. അങ്ങനെ ഞാൻ സിംഹത്തിൻ്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. പെർസിക്യൂഷനെ പറ്റിയൊക്കെയാണ് പൗലോസ് പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവ് എനിക്ക് തുണ നിന്ന്. കർത്താവിൽ നമ്മുടെ ബലം നാം കണ്ടെത്തുന്നുണ്ടോ? അതോ നമ്മുടെ ബലം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയിലും നമ്മുടെ ശ്രേഷ്ഠതയിലും നമ്മുടെ കുടുംബ മഹിമയിലും നമ്മുടെ സ്വയത്തിലുമാണോ നാം കണ്ടെത്തുന്നത്? നമ്മുടെ ആശ്രയം കർത്താവിലാണെങ്കിൽ
നമ്മുടെ ബലം നാം കർത്താവിലായിരിക്കും കണ്ടെത്തുന്നത്. അങ്ങനെ ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. നമ്മുടെ അടിസ്ഥാനം പലപ്പോഴും മാറിപ്പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകും. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണെന്നുള്ള ആ ഒരു റിയലൈസേഷൻ, ആ ഒരു ബോധം, ആ ഒരു അവയർനെസ് നമുക്ക് അനുദിനം നമ്മുടെ ചിന്തയിൽ ഉണ്ടാകണം. അത് പലപ്പോഴും ഉണ്ടാകാത്തപ്പോഴാണ് ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നത്. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് നാം മടങ്ങി വരണം, അല്ലേ? അതുകൊണ്ടാണ് ദൈവം കൽപ്പിക്കുന്നത് മടങ്ങി വരിക. ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ മടങ്ങി വരിക, ഇതുവരെയുള്ള പാപങ്ങളൊക്കെ ഞാൻ ക്ഷമിക്കാം, പക്ഷെ നിങ്ങൾ മടങ്ങി വരണം. അത് നിങ്ങൾ എടുക്കേണ്ട ഒരു സ്റ്റെപ്പാണ്, അല്ലേ? അല്ല, നിങ്ങൾ മനസ്സിലാക്കി, നമ്മളും ദൈവത്തെ മനസ്സിലാക്കുന്നുണ്ട് പല രീതിയിൽ, പൂർണ്ണമായ അളവിൽ അല്ലെങ്കിൽ പോലും ദൈവത്തെ പല രീതിയിൽ നമ്മൾ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ആ മനസ്സിലാക്കൽ നമ്മെ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പ്രേരിപ്പിക്കണം. ആ സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് ജെയിംസ് പറയുന്നത്, ഹീറേഴ്സ് ഓഫ് ദ വേർഡ് മാത്രമല്ല, ഡൂവേഴ്സ് ഓഫ് ദ, നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യണം. വചനം കേൾക്കുക മാത്രമല്ല, നാം അത് ചെയ്യുന്നവരും കൂടെ ആയിരിക്കണം. അങ്ങനെ ചെയ്യുന്നവരായിരിക്കാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് 25-ാം വാക്യം പറയുന്നത്, യഹോവയിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും. ഇവഞ്ച്വലി നമ്മുടെ നീതി എന്ന് പറയുന്നത് യഹോവയിലാണ്, ദൈവത്തിലാണ്. നമ്മുടെ നീതി പ്രവൃത്തികളല്ല, അല്ലേ? അത് കറ ഉള്ള തുണി പോലെയാണ് നമ്മുടെ നീതി പ്രവൃത്തികൾ. ഫിൽത്തി റാക്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വായിക്കുന്നുണ്ട്. അവർ റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഫിൽത്തി റാക്സ്. നമ്മുടെ നീതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിലാണ് നമ്മുടെ നീതി. യഹോവയിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും. ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് ഇസ്രായേലിനെ പറ്റിയാണെങ്കിലും ഇത് ബഹുജാതികൾക്ക് അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് അബ്രഹാം, നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ക്രിസ്തുവിൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ നാം ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ നീതി ധരിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തു തൻ്റെ നീതി നമ്മെ ധരിപ്പിക്കുന്നു നാം ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു അനുഭവം അനുദിനം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു അനുഭവം അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ക്രിസ്തുവിൻ്റെ നീതി നാം അനുദിനം അതൊരു അനുഭവമായി നമ്മുടെ ജീവിതത്തിൽ നിലകൊള്ളണം. അത് ഒരു പ്രാവശ്യമായി നമ്മൾ ജസ്റ്റിഫൈഡ് ആയില്ല, നീതീകരിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ഒരു പൊത്തുപൊരുത്ത രീതിയിൽ പോവുകയല്ല, മറിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം അനുദിനം. എന്നാൽ മാത്രമേ പൂർണ്ണമായ തോതിൽ ഒരു ക്രിസ്ത്യാനിയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ, അല്ലേ? ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് അനുയായിയാണ്. ക്രിസ്തുവിന് അനുയായി എന്ന് പറഞ്ഞാൽ അത് ഭൂതകാലത്തിൽ ഒരിക്കൽ മാത്രം സംഭവിച്ചു എന്നുള്ളതല്ല, മറിച്ച് അനുദിനം ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കണം. അനുദിനം ആ മാനസാന്തര അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അനുദിനം നമ്മുടെ ക്രൂശ് എടുത്ത് നാം ക്രിസ്തുവിനെ അനുഗമിക്കണം. അതാണ് ഒരു ശിഷ്യനെ പറ്റി ദൈവം ആഗ്രഹിക്കും. നമ്മൾ ഓരോരുത്തരും ശിഷ്യരാണ്, അല്ലേ? ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ നാം അനുകരിക്കണം. നമ്മെ തന്നെ ത്യജിച്ച് ക്രിസ്തുവിനെ നാം അനുഗമിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മനം തിരിയുക, ഞാൻ മാത്രമാണ് നീതിമാൻ, ഞാൻ മാത്രമാണ് രക്ഷിതാവ്, ഞാൻ മാത്രമാണ് ദൈവം, ഞാൻ മാത്രമാണ് യഹോവ, ഞാനാണ് സൃഷ്ടിതാവ്. അപ്പോൾ ദൈവത്തെ ദൈവമായി നാം ആദ്യം മനസ്സിലാക്കണം. അത് നമ്മെ ഒരു ദൈവമായുള്ളൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമ്മെ നയിക്കണം. ആ വ്യക്തിപരമായ ബന്ധത്തിൽ നാം ദൈവത്തോടു കൂടി അനുദിനം നടക്കണം. അത് നടക്കുമ്പോൾ ഇടയ്ക്ക് പാപ സ്വഭാവങ്ങളൊക്കെ വന്നേക്കാം, ഇടയ്ക്ക് പാപങ്ങളൊക്കെ വന്നേക്കാം, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. എന്നാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയണം, അല്ലേ? നാം ദൈവത്തോടു കൂടി നടക്കുമ്പോൾ പിന്നീട് നാം പാപത്തോട് യുദ്ധം ചെയ്ത് പാപത്തിന്മേൽ വിജയം കൈവരിക്കും. പക്ഷെ ദൈവത്തോടുകൂടി നടക്കാത്തപ്പോൾ സംഭവിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്ന് നാം ഈ ലോകമോഹങ്ങളിൽ അകപ്പെടും, ഇമ്പങ്ങളിൽ അകപ്പെടും. അങ്ങനെ ദൈവത്തെ നാം പതുക്കെ മറക്കും. പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം, ഒരു അഡ്വേഴ്സ്, ഒരു ദുഃഖം സംഭവിക്കണം, അല്ലെങ്കിൽ ഒരു ബാലശിക്ഷ നമ്മുടെ ജീവിതത്തിൽ വരണം, പിന്നെയും ദൈവം ആരാന്ന് മനസ്സിലാക്കാം, പിന്നെയും നമ്മൾ തിരിച്ചു വരും. അങ്ങനെ ആകരുത്. അനുദിനം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ദൈവവുമായി വേണം. അങ്ങനെ അനുദിനം നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് മനം തിരിഞ്ഞ് ദൈവത്തോടു കൂടി നടക്കണം. അപ്പോൾ നാം ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. എന്താണ് നാം കേട്ടത്? ദൈവം പറയുന്നു, സകല ഭൂസീമവാസികളുമായുള്ളവരെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. ദൈവത്തിൽ മാത്രമേ ഉള്ളൂ രക്ഷ, ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ രക്ഷ. ക്രിസ്തു അല്ലാതെ വേറൊരു രക്ഷിതാവുമില്ല. യേശു ക്രിസ്തുവിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നാം ഏതവസ്ഥയിലായിരുന്നാലും നാം മനസ്സിലാക്കേണ്ടത് ക്രിസ്തു മാത്രമാണ് രക്ഷിതാവ്, ക്രിസ്തു മാത്രമാണ് ലോക രക്ഷിതാവാണ്. അവനാണ് ഏക സത്യവാതിൽ, അവനാണ് നമ്മുടെ ഇടയൻ എന്ന് പറയുന്നത്. ഈ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ പിന്നീട് കോരശിനെയൊക്കെ ഉപയോഗിച്ച് വിജാതീയനായ കോരശ്, അതായത് യഹൂദനല്ലാത്ത വിജാതീയനായ കോരശിനെയാണ് ദൈവം പിന്നീട് ഉപയോഗിക്കുന്നത് ബാബേൽ പ്രവാസത്തിന് ഇവരെ വിടുവിക്കുവാൻ.
പക്ഷെ അതൊരു താൽക്കാലിക വിടുതൽ മാത്രമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവമായ ഒരു വ്യക്തിപരമായ ബന്ധം ഇവർ സ്ഥാപിക്കണമെന്നുള്ളതാണ്. ഇവഞ്ച്വലി ഇവർ സ്ഥാപിക്കുന്നില്ല. പിന്നെയും വിഗ്രഹാരാധനയിലേക്ക് പോകുന്നുണ്ട്. പിന്നെയും ഇവർ ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ട്. ഇവർ പഠിച്ച പാഠങ്ങളൊന്നും ഇവരെ നന്നാക്കുന്നില്ല. മറിച്ച് പിന്നെയും ഇവർ പാപത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇവഞ്ച്വലി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. അതായത് രാജാക്കന്മാർക്കോ പ്രവാചകന്മാർക്കോ പുരോഹിതന്മാർക്കോ ന്യായാധിപന്മാർക്കോ ആർക്കും ഇസ്രായേലിനെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഒരു രക്ഷകൻ അവതരിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് കർത്താവിനെ ദൈവം അയച്ചത്. ആ കർത്താവിനെ അയച്ചത് നമുക്ക് വേണ്ടിയും കൂടാണ്. യഹൂദനും ജാതിനും എല്ലാവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. അങ്ങനെ ക്രിസ്തുവിലാണ് നമ്മുടെ രക്ഷ എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിലാണ് നമ്മുടെ നീതി എന്ന് മനസ്സിലാക്കണം. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. എന്നിട്ട് പറയുന്നത്, എന്നാണ് എൻ്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യുമെന്നിങ്ങനെ എൻ്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. യഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ടെന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും. അവനോട് കോപിക്കുന്നവരൊക്കെയും ലജ്ജിച്ചു പോകും. യഹോവയിൽ ഇസ്രായേൽ സന്തതിയെല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴും. ഇത് നമ്മുടെ ആപ്തവാക്യമായിരിക്കണം. യഹോവയാകുന്നു നമ്മുടെ ദൈവം. യഹോവയിൽ മാത്രമാണ് രക്ഷ. യഹോവയിൽ മാത്രമാണ് നീതി. അപ്പോൾ നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മുടെ പ്രതികരണം മാനസാന്തരമാണ്. അനന്തിനം മനം തിരിഞ്ഞ് ദൈവത്തോട് നമ്മുടെ സ്നേഹം നാം പ്രകടിപ്പിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ നന്ദി, ദൈവത്തോട് നമ്മുടെ ആരാധന, ദൈവത്തോടുള്ള നമ്മുടെ സ്തുതി, നമ്മുടെ സ്തോത്രം, നമ്മുടെ പുകഴ്ച എല്ലാം ദൈവത്തിന് മാത്രമായിരിക്കണം. അത് കഷ്ടത വരുമ്പോൾ മാത്രമല്ല, നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴും, നമ്മുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, എപ്പോഴും മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നാം നോക്കണം. എപ്പോഴും ദൈവത്തോടു കൂടി നാം നടക്കണം. നമ്മുടെ വിശ്വാസം കർത്താവിലായിരിക്കണം. നമ്മുടെ ആശ്രയം കർത്താവിലായിരിക്കണം. ഈ ലോകത്തിൽ ഒന്നിനും നമ്മെ രക്ഷിപ്പാൻ കഴിയില്ല. നമ്മളത് മനസ്സിലാക്കണം. ഈ ലോകത്തിൽ നമുക്ക് സമൃദ്ധി ലഭിച്ചേക്കാം, നമുക്ക് പലവിധ അനുഗ്രഹങ്ങൾ ലഭിച്ചേക്കാം. ഇതിനൊന്നും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല. ഇതിനൊന്നും നമുക്ക് നിത്യത വാഗ്ദാനം ചെയ്യാൻ കഴിയില്ല. ദൈവത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. ദൈവത്തിൽ മാത്രമാണ് നമ്മുടെ ബലം, ദൈവത്തിൽ മാത്രമാണ് നമ്മുടെ ആശ്രയം, ദൈവത്തിൽ മാത്രമാണ് നമ്മുടെ നീതി, ദൈവത്തിൽ മാത്രമാണ് നമ്മുടെ വിശ്വാസം, ദൈവത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ രക്ഷ. ഇത് നാം അനുദിനം മനസ്സിലാക്കി കഴിയുമ്പോൾ, ഇത് നാം അനുദിനം ദൈവത്തിൽ നിന്ന് അനുഭവിക്കുമ്പോൾ നാം ദൈവത്തോട് കൂടി നടക്കും. ആ ഒരു അനുഭവമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു അനുഭവം ആണ് നമ്മെ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്നത്. അപ്പം അതൊരു പ്രസന്റ് കണ്ടിന്യൂസ്, അതായത് ഭൂതകാലത്തിൽ മാത്രം സംഭവിച്ചൊരു കാര്യമല്ല. നമ്മുടെ പ്രസന്റ് ജീവിതത്തിലും നമ്മുടെ വർത്തമാന ജീവിതത്തിലും വർത്തമാന കാലത്തിലും അനുദിനം നാം ദൈവത്തോടുകൂടി നടക്കണം. ആ നടപ്പിൽ ആകുവാൻ, ആ നടപ്പിൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തോട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ദൈവത്തിന്റെ വചനമാണ്.